ഗൈസ്, അപ്പോൾ ഇന്ന് നവംബർ 16 ഞായറാഴ്ചയാണ് ഗൈസ്. നമുക്ക് 24 റെസ്റ്റാണ്. അപ്പോൾ നമ്മൾ ജർമ്മനിയിലാണല്ലോ. ജർമ്മനിയിൽ മ്യൂണിച്ച് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട്. ഇനി അടുത്ത് സാൽസ്ബർഗ് ഓസ്ട്രിയ ബോർഡറാണ് നമുക്ക് അടുത്തത് പോകാനുള്ളത്, ഒരു 150 കിലോമീറ്റർ. അപ്പോൾ നമ്മളെ പാർക്കിംഗ് കാണിച്ചു തരാൻ വിചാരിച്ചു. ഒരു 10 ട്രക്കുള്ള പാർക്കിംഗ് ആണ് ഗൈസ്. അപ്പോൾ നമ്മളെ WC ആണ് ഇവിടുത്തെ. ഇതൊരു ബെൻസിൻ്റെ ട്രക്കാണ്. ഓക്കെ, നമുക്ക് നമ്മളെ കമ്പനി തന്നെയുള്ള നമ്മളെ പ്രദീപേട്ടനെ കിട്ടിയിട്ടോ. നമ്മളെ സെയിം പാർക്കിങ്ങിൽ ഞാനും പ്രദീപേട്ടനും ഇന്നലെ രാത്രി ഒരു 7 മണിയായാലും നമ്മൾ സൈഡാക്കിട്ടോ. അപ്പോൾ നമ്മളെ പാർക്കിംഗ് കാണിച്ചു തരാൻ വിചാരിച്ചു. നമ്മളെ WC ആണ്. നമുക്ക് വാഷ്റൂം ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. അതേപോലെ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള സിറ്റിംഗ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ബെൻസിൻ്റെ ട്രക്ക് ഇപ്പം കുറേ കൂടുതലും ഈ ആക്ട്രോസ് ബെൻസിൻ്റെ ട്രക്കാണ്. ഇതേപോലത്തെ സിറ്റിംഗ് ഏരിയയാണ്. നമുക്ക് വീക്കെൻഡിൽ ഭക്ഷണം ഉണ്ടാക്കി നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കട്ടോ. നമ്മൾ വണ്ടിയിൽ നിന്ന് തന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ട്യൂണ പൊട്ടാനൊക്കെ വെച്ച് നമ്മളൊരു കറി വെച്ചു. നമുക്ക് നാളെ രാവിലെ ഒരു 5 മണിക്ക് നമുക്ക് ഇറ്റലിക്കാണ് നമുക്ക് ഡെലിവറി കിട്ടും. നമ്മൾ നമ്മളെ വണ്ടിയിൽ ഫ്ലൈവുഡാണ്. ഇത് വോൾവോൻ്റെ എലക്കോർ എന്ന് പറഞ്ഞ കമ്പനീൻ്റെ വോൾവോയുടെ ട്രക്കാട്ടോ. വോൾവോയുടെ ട്രക്ക് ഇതേപോലെ സിറ്റിങ് നമുക്കെല്ലാം ഒരു ഇത്ര ഡിസ്റ്റൻസ് ഇടവിട്ട് നമ്മളെ WCയിൽ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. കാറുകാരും റെസ്റ്റ് എടുക്കും കേട്ടോ. നമ്മളിവിടെ നിർത്തി ഇതൊരു BMW X1 കാറാണ്. അവിടെ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. ഇത് ഡാഫിൻ്റെ ട്രക്കാട്ടോ. ഡാഫ് പോളണ്ട് രജിസ്ട്രേഷനാണ്, PL. ഇത് റോഡാട്ടോ. നമ്മൾ ചേർന്ന് കൊണ്ട് തന്നെ അത് ഹൈവേ പാസ് ചെയ്യുന്നുണ്ട്. ഇത് 96 റോഡാണ്. ഇത് പ്രദീപേട്ടൻ്റെ ട്രക്കാട്ടോ. നമ്മളെ കമ്പനി തന്നെയുള്ള പ്രദീപേട്ടൻ നമ്മളെ ഷറാണ് നമുക്ക് ഫുഡും കാര്യമൊക്കെ സെറ്റ് തന്നു. പ്രദീപേട്ടൻ്റെ ട്രക്ക്. ഇതെൻ്റെ ട്രക്ക് കേട്ടോ. ഇതെൻ്റെ ട്രക്ക്. ഇനി ബാക്കിലൊരു 2 ട്രക്ക് കൂടി ഉണ്ട്. ഇതിലെ റോഡ് ജർമ്മനിക്കുള്ള റോഡാണ്. ഇതേ ഒരു മഞ്ഞ ബസ് പാസ് ചെയ്യുന്നു. മ്യൂണിച്ച് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ടാണുള്ളത്. സേഫ്റ്റി കോച്ച് ബസ്സിൻ്റെ പേരെന്ന് തോന്നുന്നു. അപ്പം ഈ രീതിയിലാണ് നമ്മളെ ട്രക്കുകാരെ വീക്കെൻഡ്സ് ഒക്കെ വരിക. ഇവിടെ നമുക്ക് അതേപോലെ നമ്മുടെ ട്രക്കിന് മുന്നിൽ കാറ് കിടക്കുന്നത് കംപ്ലൈൻ്റ് ആയിട്ട് ഈ ടൈപ്പ് കാറ് ഇവിടെ കൂടുതലുണ്ട് കേട്ടോ. നമുക്ക് ജർമ്മനി സ്ലോവേനിയയിലൊക്കെ ഈ ഫിയറ്റിൻ്റെ 600cc കാറാണെന്ന് തോന്നുന്നത്. 500 ഒന്നും ഇല്ല, 500cc ഫിയറ്റെന്നേ ഉള്ളൂ. പേരും ലോകമൊന്നുമില്ല ഇതിന്. നമ്മുടെ നാട്ടിലിത് ലിമിറ്റഡ് നമ്പർ ഓഫ് കാറേ ഉള്ളൂ കേട്ടോ, ഈ ടൈപ്പ് കാറുകൾ. അപ്പോൾ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യം ഇവിടെ സിറ്റിംഗ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ അപ്പുറം വരെ ഒരു ഇത്ര ചെറിയൊരു ഡിസ്റ്റൻറ്റ് വിട്ട് നമുക്ക് ഇരിക്കാനുള്ള സൗകര്യവും. അതേപോലെ നമുക്ക് വേസ്റ്റ്, നമ്മളിവിടെ ആരും വേസ്റ്റൊന്നും നമ്മൾ പുറത്തൊന്നും എറിയില്ല. നമുക്ക് വേസ്റ്റ് ഇടാനുള്ള സൗകര്യം ഉണ്ട്. അതുപോലെ കറക്റ്റ് ടൈമിൽ അവരെന്ത് ചെയ്യും, 2 ഡേയ്സ് കൂടുമ്പോൾ 1 ഡേയ്സ് കൂടുമ്പോൾ അവരെന്ത് ചെയ്യും, ഇതൊക്കെ ഇവിടുത്തെ ഗവൺമെൻറ് എന്ത് ചെയ്യും, ഇത് ഫുൾ കളക്ട് ചെയ്ത് കൊണ്ടുപോയി ബ്ലാങ്ക് ആക്കി വെക്കും കേട്ടോ. ഫിയറ്റിൻ്റെ കാറാണ്. ഫിയറ്റ് ചെറിയ കാറാണ്. ഈ കാർ അധികം നമുക്ക് കാണാം. നമ്മളെ ട്രക്ക് നിങ്ങളുടെ ട്രക്കാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മളെ വീക്കെൻഡ്സ് എന്ന് പറയുന്നത് ഗൈസ്. നമ്മൾ ട്രക്കിങ്ങിൻ്റെ മുന്നിൽ എത്ര ട്രക്ക് കിടക്കുന്നുണ്ട്? 1, 2, 3, 4, 5, 6 ട്രക്ക് നമ്മളെ മുന്നിൽ കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ബാക്കിലുമുണ്ട് 2 ട്രക്ക് നിർത്തിയിരിക്കുന്നത്. ഇതാണ് എൻ്റെ ട്രക്ക്. ജർമ്മനിയാണ് ഗൈസ്, ജർമ്മനി.